ജില്ലയിലെ റേഷൻ മാവന് കോളടിച്ചല്ലേ? കോളടിച്ചു മാവന്. എന്താ ഇത്? മാവന് കോളടിച്ചറിഞ്ഞ കാര്യങ്ങള് എന്ത് മാവ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. എന്താ കാര്യം? ഇനി തൊട്ട് മാവന് 3000 രൂപ പെൻഷൻ. പിന്നെ മാവയ്ക്കും ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാതെ 25 ലക്ഷത്തിന്റെ ആരോഗ്യം. എവിടെ നിന്ന് കിട്ടും? നമ്മളടുത്ത സർക്കാർ വന്നാൽ കിട്ടാൻ പോണ നിങ്ങൾക്ക്. എടാ, ഈ നാട് മുഴുവനുണ്ടല്ലോ നല്ല ഒന്നാം തരം ആശുപത്രികളാ സർക്കാർ ഉണ്ടാക്കിയിട്ട്. നിനക്കറിയോ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ? ഡോക്ടർമാര്, നഴ്സുമാര്, ആംബുലൻസ്, മരുന്നുകള്, എല്ലാ സൗകര്യങ്ങളും. പിന്നെ റോഡ്, നീ ഒന്ന് ഇറങ്ങി നടന്നു നോക്ക്, റോഡൊക്കെ ഒന്ന് കാണു നീ. പിന്നെ പള്ളിക്കൂടങ്ങള്, എന്തെല്ലാം സൗകര്യങ്ങളാടാ. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ നീ പറഞ്ഞ പെൻഷൻ, എടാ ഇറങ്ങിപ്പോയപ്പോഴേ 600 രൂപ പെൻഷൻ ആണ്ട് 14-15 മാസം മുടക്കിയ ടീമുകളായി ഇപ്പം 3000 കുളുവയം കൊണ്ട് വന്നേക്കുന്നത്. എടാ എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ 3000-4000 ഞങ്ങൾക്ക് വേണ്ട. കിട്ടുന്ന ഉറപ്പുള്ള ആ 2000 രൂപ അത് മതി ഞങ്ങൾക്ക്. പിന്നെ KSRTC ഇപ്പൊ അതൊരുവിധം ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. നീയൊക്കെ ആയിട്ട് ഇനി അത് നഷ്ടത്തിലാക്കുക. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. നീയൊക്കെ വേണ്ട വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് കുറച്ച് കല്ലവിടെ ഉണ്ടാക്കിയിട്ടിട്ട് പോകുന്നില്ലേ? എടാ മര്യാദക്ക് പോയി അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ട് വാ. ചുമ്മാ കുഞ്ഞ എങ്ങുമില്ലാത്തൊരു കോളും കൊണ്ട് വന്നേക്കുന്നു. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ